എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ് ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തെക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലേതുപോലെ ചതുർഭുജങ്ങളോട് കൂടിയ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ ഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. നാടുവാഴികളായിരുന്ന ചേരാനെല്ലൂർ സ്വരൂപത്തിലെ കർത്താ കുടുംബവുമായി അടുത്തു ബന്ധമുള്ള ഒരു ക്ഷേത്രമാണിത്. ചേരാനെല്ലൂർ കർത്താ കുടുംബത്തിന്റേതായിരുന്ന ഈ ക്ഷേത്രം പിന്നീട് കൊച്ചി രാജാവും ശ്രീകൃഷ്ണ ഭക്തനുമായിരുന്ന രാമവർമ്മ മഹാരാജാവ് ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്നീ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ചേരാനെല്ലൂർ കർത്താ കുടുംബത്തിന്റേതായിരുന്നു ഈ ക്ഷേത്രം എന്ന് പറഞ്ഞല്ലോ. അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഏകദേശം 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താ കുടുംബത്തിൽ നാരായണൻ കർത്ത എന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പന്റെ അചഞ്ചല ഭക്തനായിരുന്ന അദ്ദേഹം കുറെ കാലം ഗുരുവായൂരിൽ താമസിച്ച് ഭഗവാനെ നിത്യവും ഭജിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തറവാട്ടിലെ കാരണവർ മരണപ്പെടുകയും നാരായണൻ കർത്തയ്ക്ക് കാരണവർ സ്ഥാനം ഏറ്റെടുക്കേണ്ടതായി വരികയും ചെയ്തു. തന്റെ സാമൂഹികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിർബന്ധിതനായ അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനെ വിട്ടുപോകാനും മനസ്സ് വന്നില്ല. അങ്ങനെ അദ്ദേഹം ഭഗവാനോട് ഈ പ്രതിസന്ധി മറികടക്കാൻ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്നു പറഞ്ഞത്രേ, നീ നിന്റെ ഉത്തരവാദിത്തം നിറവേറ്റാനായി നിന്റെ ഗ്രാമത്തിലേക്ക് പോകുക. ഞാൻ നിന്നെ അനുഗമിക്കും. നിന്റെ കുട നിലത്തു വയ്ക്കുന്നിടത്ത് എനിക്ക് ക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തുക. ആ ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് എന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അങ്ങനെ അദ്ദേഹം മടങ്ങി വരുമ്പോൾ ക്ഷീണിതനായി ഒരിടത്ത് ഇരിക്കുകയും തന്റെ കുട നിലത്തു വയ്ക്കുകയും ചെയ്തു. പിന്നീട് കുട എടുക്കാൻ ശ്രമിച്ചപ്പോൾ അതെടുക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് തന്റെ സ്വപ്നം ഓർമ്മ വരികയും അവിടെ ക്ഷേത്രം പണിയുകയും ഗുരുവായൂർ തന്ത്രിയായ ചേന്നാസ് നമ്പൂതിരിപ്പാടിനെ പ്രതിഷ്ഠയ്ക്കായി ക്ഷണിക്കുകയും അദ്ദേഹം വിധിയാംവണ്ണം ഗുരുവായൂരപ്പനെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി ചിറ്റൂർ അമ്പലം ആദ്യം കണ്ടാങ്കുളങ്ങര ഭഗവതിയായിരുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ. അത് കഴിഞ്ഞ് ചേരാനൂർ മൂപ്പൽ കർത്താവ് ഗുരുവായൂർ തിങ്കൾ ഭജനത്തിന് പോയിട്ട് അവിടെ ഇരിക്കുന്നു. പ്രായാധിക്യത്തിൽ അങ്ങവരുടെ വയസ്സായി നടക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ അങ്ങവർ അവിടെ നിന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ അങ്ങവരുടെ ഓലക്കുടയും വന്നു. ഇന്ന് ചിറ്റൂർ കണ്ടാങ്കുളങ്ങര ഭഗവതി തൊഴുതിട്ട് ചേരാനൂർ കർത്താവ് പോകാറുള്ളൂ. അങ്ങനെ ഓലക്കുട ഇവിടെ കൊണ്ടുവന്ന് വെച്ച് തൊഴുതാൻ അമ്പലക്കുളത്തിൽ കുളിച്ച് ഭഗവതി തൊഴുത് വന്നപ്പോൾ ഓലക്കുട എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ദേവപ്രശ്നം വെച്ചപ്പോഴാണ് ഭഗവാൻ കൂടെ വന്നിരണമെന്നും ഭഗവാൻ ഇവിടെ പ്രതിഷ്ഠ വേണമെന്നും ഗുരുവായൂർ പ്രതിഷ്ഠ ചേന്നോസ് തന്നെ ഇവിടെ ചിറ്റൂരും ചേന്നോസ് തന്നെ നമ്പൂതിരിപ്പാടിനെ പ്രതിഷ്ഠിക്കണമെന്നും സ്വപ്നത്തിൽ തെളിഞ്ഞത്. അങ്ങനെയാണ് ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി. പ്രധാന ഉത്സവം പ്രതിഷ്ഠാദിനം മീനമാസത്തിൽ പുണർന്ന തിരുനാളാണ് ഭഗവാന്റെ പ്രതിഷ്ഠാദിനമായിട്ട് ആചരിക്കുന്നത്. മേടമാസത്തിലാണ് ചോതി കൊടിയേറ്റ് തിരുവോണം ആറാട്ടായിട്ട് ആഘോഷിക്കുന്നത്. 4-ാം ദിവസം മുതൽ അതായത് തൃക്കേട്ട പുറപ്പെടുന്ന മുതൽ ഇറക്കി എഴുന്നള്ളിപ്പ് അതാണ് ഇവിടെ നടക്കുന്നത്. ഈ ക്ഷേത്രത്തിലാണ് രാത്രി 12 മണിക്ക് ഇറക്കി എഴുന്നള്ളിക്കും. അവിടെ നിന്നാണ് ഇവിടെ പ്രതിഷ്ഠമായിട്ട് തടമ്പ് തലയിലെടുത്താണ് പോണത്. മറ്റത് ശിവയിലേക്ക് രഥവും ഗരുഡവാഹനമാണ്. തൃക്കേട്ട പുറപ്പെടുന്നാൽ ഇവിടുത്തെ പൂജ കഴിഞ്ഞാൽ ഭഗവാന് മേശാന്തി തലയിലെടുത്തിട്ടാണ് പ്രദക്ഷിണം. നൃത്തമാണ് അതിട്ട് പ്രദക്ഷിണം വെച്ച് അകത്ത് കയറേണ്ടത്. 7-ാം ദിവസം രാത്രി ഭഗവാൻ
ചെവിയിൽ കഴിഞ്ഞിട്ട് പള്ളിവേട്ട കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറുള്ളൂ. പള്ളിവേട്ട നടക്കുന്ന സ്ഥലം ഇതിന് തൊട്ട് വടക്കുവശമാണ്. അവിടുന്ന് പള്ളിവേട്ടം കഴിഞ്ഞ് അകത്ത് ഓടി 7 പ്രദക്ഷിണമായിട്ട് അകത്ത് കയറണത്. പിന്നെ നട തുറക്കണത് കിടാവ് നിലവിളിച്ചാൽ മാത്രമേ നട തുറക്കുള്ളൂ. അത് ചിലപ്പോൾ 5 മണി, 6 മണി, 7 മണിയാകും. കിടാവ് എപ്പോൾ നിലവിളിക്കണോ അന്നേ നട തുറക്കുള്ളൂ. ആ സമയത്ത് പ്രധാന വഴിപാടുകൾ ഇവിടെ ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കളഭം. പിന്നെ തൃക്കൈവെണ്ണ, മുഴുക്കാപ്പ്, കൂട്ടുപായസം, പാൽപ്പായസമാണ് ഏറ്റവും പ്രധാനം. പാൽപ്പായസവും പഴം നിവേദ്യവും. ഉപദേവതകൾ ഭഗവതിയമ്മ ഞാൻ പറഞ്ഞല്ലോ ആദ്യം. ഭഗവതിക്ക് ത്രികാലപൂജ ആണ് പ്രധാനം. ഹനുമാന് അവൽ നിവേദ്യം, പാനകം, മായപ്പൊടി, വെണ്ണ മുഴുക്കാപ്പ്. എറണാകുളത്ത് നിന്ന് വരികയാണെങ്കിൽ കച്ചേരി പിടിക്കുന്ന 5 കിലോമീറ്റർ നേരെ ചിറ്റൂർ റോഡിൽ കൂടെ നേരെ വന്നാൽ ചിറ്റൂർ അമ്പലത്തിന് മുമ്പിൽ. എറണാകുളം രവിപുരം മുതൽ ചിറ്റൂർ വരെയും ഏറ്റവും നീളം കൂടിയ റോഡാണ് എറണാകുളം ജില്ലയിൽ ചിറ്റൂർ റോഡ്. അതിലാണ് ചിറ്റൂർ ക്ഷേത്രം ഇരിക്കുന്നത്. കച്ചേരി പിടിക്കുന്ന 5 കിലോമീറ്റർ. വടക്കുന്ന് വരികയാണെങ്കിൽ മഞ്ഞമ്മക്കാവിൽ നിന്ന് നേരെ 5 കിലോമീറ്റർ ഓടിയാൽ വീണ്ടും ചിറ്റൂരെത്തും. ഈ ക്ഷേത്രത്തിൽ ഗുരുവായൂരിന് സമാനമായ ഇരുനിലകളുള്ള ചതുര ശ്രീകോവിലാണ്. ചതുർഭുജങ്ങളോട് കൂടിയ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം കിഴക്ക് ദർശനമായിട്ടാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ശ്രീകോവിലിന്റെ വലതുവശത്തായി ശിവൻ, ഗണപതി എന്നീ പ്രതിഷ്ഠകൾ ഉണ്ട്. അയ്യപ്പൻ, നാഗങ്ങൾ, ബ്രഹ്മരക്ഷസ്, ഭഗവതി എന്നീ പ്രതിഷ്ഠകൾ മതിൽക്കെട്ടിനകത്തും പടിഞ്ഞാറേ കവാടത്തിന് പുറത്തായി ഹനുമാന്റെ പ്രതിഷ്ഠയുമുണ്ട്. ഇവിടത്തെ ഭഗവതി കണ്ടൻകുളങ്ങര ഭഗവതി എന്നാണ് അറിയപ്പെടുന്നത്. പണ്ടിവിടെ ഭഗവതി ക്ഷേത്രമായിരുന്നെന്നും പിന്നീട് ശ്രീകൃഷ്ണ പ്രതിഷ്ഠ വന്നപ്പോൾ ഉപദേവതയായി എന്നുമാണ് പറയപ്പെടുന്നത്. ഗുരുവായൂരിൽ ഇടത്തിരികത്തുകാവ് ഭഗവതിയുടെ അതേ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ കണ്ടൻകുളങ്ങര ഭഗവതിക്കും. ദിവസവും 3 ശീവേലികളും 5 പൂജകളുമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം മേടമാസത്തിലെ ചോതി നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന ഉത്സവമാണ്. ഇവിടത്തെ ഉത്സവത്തിന് ആന പതിവില്ല. പകരം ഗരുഡവാഹനമുള്ള തേരിലാണ് ഭഗവാനെ എഴുന്നള്ളിക്കുക. തെക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ചിറ്റൂരിൽ വാണരുളുന്ന ശ്രീ ചിറ്റൂരപ്പന്റെ കരുണാകടാക്ഷങ്ങൾ ഏവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.